അപൂർവ രോഗങ്ങൾക്ക് പോലും മരുന്നുണ്ട്, ചികിത്സയുണ്ട്. പക്ഷേ ആ മരുന്ന് എത്തിപ്പിടിക്കാനുള്ള പണമില്ല. അങ്ങനെ വേദന തിന്ന് കഴിയേണ്ടി വരുന്ന ഷാർജയിലെ ഒരു പ്രവാസി ബാലൻ്റെ കഥയാണ് ഇനി. DMD അഥവാ ഡ്യൂഷ്യൻ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന അപൂർവ രോഗത്തിൻ്റെ ഇരയാണ് സയാൻ എന്ന ഈ തമിഴ് ബാലൻ. ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ 10,000-കണക്കിന് ഇരട്ടി വേദന സഹിക്കുകയാണ് ഈ 6 വയസ്സുകാരൻ. ഇത് പരിഹരിക്കാൻ ഒറ്റ ഇഞ്ചക്ഷൻ മതി. പക്ഷേ അതിന് 25 കോടി രൂപയാണ് വില. CPK ആണ് ഒരു സാധാരണ മനുഷ്യന് താങ്ങാവുന്ന പേശീവേദന. എന്നാൽ സയാൻ അനുഭവിക്കുന്ന പേശീവേദനയുടെ തോത് 30,000-ന് മുകളിലാണ്. ദിവസം ചെല്ലുന്തോറും ആന്തരികാവയവങ്ങളുടെ ഉൾപ്പെടെ പേശിയുടെ ബലം ചുരുങ്ങുന്ന ജനിതക രോഗാവസ്ഥയാണ് DMD. അതിൻ്റെ 2ാം ഘട്ടത്തിലാണ് സയാൻ. ഈ ഘട്ടത്തിൽ കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ലെങ്കിൽ ചലനശേഷി നഷ്ടപ്പെട്ട് വീൽചെയറിലേക്ക് ഈ കുഞ്ഞിൻ്റെ ജീവിതം ചുരുങ്ങും. ഈ രോഗത്തിന് കൃത്യമായ ചികിത്സ ലഭിക്കുന്ന അപൂർവം രാജ്യങ്ങളിലൊന്നാണ് UAE. എലിവിഡിസ് എന്ന മരുന്നിൻ്റെ ഒറ്റ കുത്തിവെപ്പ് മതി. പക്ഷെ മരുന്നിൻ്റെ വിലയുടെ മുന്നിൽ തളർന്നു പോവുകയാണ് സയാൻ്റെ കുടുംബം. ഇത് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ 10.65 മില്യൺ ദിർഹംസ് ആണ്. US ഡോളർ എന്ന് പറഞ്ഞാൽ 2.9 മില്യൺ US ഡോളേഴ്സ്. ഇത് കംപ്ലീറ്റ്ലി ഡ്രഗിൻ്റെ കാസ്റ്റ് മാത്രം. ഇതിൽ ഹോസ്പിറ്റലിൻ്റെ ബ്രോക്കറേജോ കമ്മീഷന് അതല്ലാതെ ട്രീറ്റ്മെൻറ്റ് വൈസ് അതൊന്നുമില്ല. X ക്രോമോസോമിൽ ഡിസ്ട്രോഫിൻ ജീന് മിസ്സിംഗ് ആണ്. ഡിസ്ട്രോഫിൻ ജീൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ, സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്ന പ്രോട്ടീൻ മിസ്സിംഗ് ആണ്. സോ ഇപ്പോൾ എൻറ്റയർ ബോഡി മസിൽ അല്ല, അപ്പം ഹാർട്ട് നോട്ട് ഏബിൾ ടു പമ്പ് എനഫ് ബ്ലഡ് ടു ദി ബോഡി. അപ്പോൾ അതുപോലെ ലങ്സ് നോട്ട് ഏബിൾ ടു പ്രൊവൈഡ് എനഫ് ഓക്സിജൻ, അതുപോലെ തന്നെ. അപ്പം ബ്രെയിൻ എല്ലാ മസിലും കംപ്ലീറ്റ്, ഈവൻ ഇന്റേണൽ ഓർഗൻസ്, ഈവൻ സ്വാലോയിങ് പ്രശ്നം, സ്വാലോ ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോലെ നോർമലായിട്ട് സ്വാലോ ചെയ്യാൻ പറ്റില്ല. ആറാം വയസ്സിൽ മാത്രം പുറത്തേക്ക് പ്രകടമാവുകയും 7ാം വയസ്സിൽ അപകടകരമായ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്ന ഈ രോഗത്തിൽ നിന്ന് മകനെ രക്ഷിക്കാൻ എല്ലാ വാതിലുകളും മുട്ടുകയാണ് ഈ കുടുംബം. എല്ലാ ഡോർസையும் நாக் செய்யணும். நம்ம இப்போ நாங்கள் அதுதான் ட்ரை செய்துட்டு இருக்குது. நாட் ஒன்லி க்ரௌட் ஃபண்டிங், சேரிட்டிஸ், பிக் ஷாட்ஸ், யாரோட சப்போர்ட்டு கிட்டினாலும் நமக்கு வந்து ஹெல்ப்பாக இருக்கும். ஏன்னா பிகாஸ் இது வந்து ஸ்மால் அமௌண்ட் இல்லை, ഇത് வந்து ഭയങ്കര വലിയ അമൗണ്ട്. 25 കോടി സമാഹരിക്കാൻ ഇന്ത്യയിൽ ശ്രമം നടക്കുന്നുണ്ട്. അംഗീകൃത ജീവകാരുണ്യ സംഘടനകളുടെ പിന്തുണയോടെ UAE-യിലും നീക്കങ്ങളുണ്ട്. പക്ഷേ ലക്ഷ്യം ഇപ്പോഴും അകലെയാണ്. സയാനെ രക്ഷിക്കാൻ മനുഷ്യസ്നേഹികൾ മുന്നോട്ട് വരാതിരിക്കില്ല എന്ന് തന്നെയാണ് തമിഴ്നാട് തിരുപ്പൂർ സ്വദേശികളായ ഈ പ്രവാസി കുടുംബം വിശ്വസിക്കുന്നത്.